ബാങ്കുകളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ രാത്രി സമയത്ത് കവർച്ച നടക്കുന്നതൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ള വാർത്തയാണ്. പക്ഷേ കർണാടകയിൽ അല്പം വ്യത്യസ്തമാണ് കാര്യങ്ങൾ. പട്ടാപ്പകൽ ബാങ്ക് കൊള്ളയും വാഹനയാത്രക്കാരെ ആക്രമിച്ചുള്ള കവർച്ചയും ഒക്കെ തുടർക്കഥയാവുന്നത് വലിയ ആശങ്കയാവുകയാണ്. വൻ കവർച്ചാ സംഘങ്ങൾ കർണാടകയിൽ തമ്പടിച്ചിരിക്കുന്നതായാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ബാങ്ക് കവർച്ചാ കേസിലെ പ്രതികൾ തെളിവെടുപ്പിനിടെ പോലീസിനെ ആക്രമിച്ചതോടെ പ്രതികൾ പോലീസിനെ വെടിവെച്ചു എന്ന വാർത്തയും പുറത്തുവരികയാണ്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, അതിർത്തിയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള വലിയ കവർച്ചാ സംഘങ്ങളുണ്ട്. പകൽ പോലും ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ ഇവർക്ക് ധൈര്യം വരുന്നത് എങ്ങനെയാണ്? തീർച്ചയായും ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായ ദിവസങ്ങളിൽ കൊള്ളയും കൊലപാതകവും ഈ വാഹനങ്ങൾ തട്ടിക്കൊണ്ടുപോകലും ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ മൈസൂരുവിൽ മലയാളിയായ വ്യവസായി സൂഫിയെ ഇദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തുകയും 1.5 ലക്ഷം രൂപ കവർ ചെയ്യുകയും ഈ വാഹനം ഇവർ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെയാണ് ഈ കോട്ടയക്കാർ, അതായത് ഇതെല്ലാ സംഭവങ്ങളും നടന്നിട്ടുള്ളത് അതിർത്തി പ്രദേശങ്ങളിൽ എന്നത് ശ്രീജ സൂചിപ്പിച്ചത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കേരളത്തോട് അതിർത്തി പങ്കിടുന്ന ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഉള്ളാളിലാണ് പട്ടാപ്പകൽ ഇത്തരത്തിൽ 4 കോടി രൂപ തോക്ക് ചൂണ്ടി 6 അംഗ സംഘം കവർ ചെയ്തത്. ഈ കേസിൽ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു പ്രതിയെയാണ് ഇന്നലെ തെളിവെടുപ്പിന് എത്തിക്കുന്നതിനിടെ പോലീസിനെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതേ തുടർന്ന് പോലീസ് ഇയാളെ വെടിവെക്കുന്നു. ഏതായാലും ഇയാളിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റൊരു സംഭവം നടന്ന് ATM-ലേക്ക് പണം നിറക്കാൻ കൊണ്ടുവന്ന ബീദറിലാണ്, ബംഗളൂരിന് അടുത്ത് ബീദർ എന്ന സ്ഥലത്താണ്. അതിൽ 2 സുരക്ഷാ ജീവനെ വെടിവെച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം ഇവർ 94 ലക്ഷം രൂപയുമായി കടന്നു കളിയായിരുന്നു. ഏതായാലും ഈ സംഘത്തെയും ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും നേരത്തെ സൂചിപ്പിച്ച സോഫിയെ ആക്രമിച്ച സംഭവത്തിലും പ്രതികളെ പിടികൂടാനായിട്ടില്ല. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ കർണാടകയിൽ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് തോക്ക് ചൂണ്ടി പട്ടാപ്പകൽ ഇത്തരത്തിൽ കവർച്ച നടത്തുക, ബാങ്കിനകത്ത് കയറി ജീവനക്കാരെയൊക്കെ ഇത്തരത്തിൽ ബന്ദികളാക്കി പണവുമായി രക്ഷപ്പെടുക, ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ ബീദറിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് സ്വദേശി മഹേഷും കൂട്ടാളിയുമാണ് ഈ കൊലപാതകവും ഈ കവർച്ചയും നടത്തിയെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇയാൾ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇയാൾക്കെതിരെ ഛത്തീസ്ഗഡിൽ തന്നെ ഒരു 94 ലക്ഷം രൂപ ബാങ്ക് കവർച്ച നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഇയാൾ ഹൈദരാബാദിലെത്തിയ ഇയാൾ ഒരു ട്രാവൽ ഏജൻസിയിലും ഇത്തരത്തിൽ വെടിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ തോക്കുമായി ഈ കർണാടകയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ സംഘങ്ങൾ എത്തിയിട്ടുണ്ടെന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടിയുണ്ട്. ഏതായാലും ഇന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ, ക്രമസമാധാന നില സംബന്ധിച്ച് പരിശോധിക്കാൻ ഇത്തരത്തിലുള്ള ഒരു യോഗം ഇന്ന് അടിയന്തരമായി വിളിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സംഭവങ്ങൾ കൂടുതൽ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള സംഘങ്ങൾ എത്തി തമ്പടിച്ചിരിക്കുന്നു എന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടിയുണ്ട്. എന്തായാലും ഈ ബാങ്കുകൾ ലക്ഷ്യമിട്ട് വലിയ തുക, കോടികൾ ഉള്ള ഒരു ഇത്തരത്തിലുള്ള കവർച്ചകളാണ് ഇവരൊക്കെ പദ്ധതിയിടുന്നതും നടപ്പിലാക്കുന്നതും. പ്രതികളെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യം കൂടി ഉള്ളത് ആഭ്യന്തര വകുപ്പിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഉള്ളാൾ ബാങ്കിലെ ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട് 3 പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ പകുതി മുതൽ, അതായത് 4 കോടി രൂപയാണ് ഈ ബാങ്കിൽ നിന്നും കവർ ചെയ്ത സാഹചര്യം ഉണ്ടായത്. അതിൽ പകുതി മുതൽ ഈ ബാങ്കിലുണ്ടായിരുന്ന മുഴുവൻ സ്വർണവും പണവും ഇവർ കവർ ചെയ്തിരുന്നു. അതിൽ പകുതി മുതൽ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റ് പണങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു തെളിവെടുപ്പിനിടെയാണ് ഇപ്പോൾ പോലീസിന് നേരെ ആക്രമണം ഉണ്ടാകുക. അതായത് ഒരു ബിയർ കുപ്പിയെടുത്ത് ഈ പോലീസുകാരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് പോലീസ് ഇയാളെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. എന്തായാലും കോടതിയിൽ റിമാൻഡ് ചെയ്ത ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും തെളിവെടുപ്പ് നടത്താനുമായി വാങ്ങിയ സമയത്തായിരുന്നു ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. അതായത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇയാളിപ്പോൾ മംഗളൂരുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതായാലും സൂഫി മൈസൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേരളത്തിലെ വ്യവസായിയാണ്. അയാൾ ബാംഗ്ലൂരിൽ വ്യവസായം നടത്തുന്ന ആളാണ്. നിത്യവും ഈ ദേശീയപാതയിലൂടെ, നമുക്കറിയാം ബാംഗ്ലൂർ മൈസൂർ പുതിയ ദേശീയപാത എക്സ്പ്രസ് വേ, ആ വഴി സഞ്ചരിക്കുമ്പോഴാണ് വലിയൊരു സംഘം 6 അംഗ സംഘം വന്ന് വാഹനം തടയുകയും വാഹനത്തിൽ നിന്നും 1.5 ലക്ഷത്തോളം രൂപ കവർ ചെയ്യുകയും പിന്നീട് ഈ വാഹനവും എടുത്ത് ഈ സംഘം രക്ഷപ്പെടുകയുമായിരുന്നു. ഈ സംഭവത്തിൽ ഒന്നും തന്നെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും കർണാടകയിൽ വലിയ തോതിൽ ആശങ്ക ഉയർത്തി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പട്ടാപ്പകൽ തന്നെ വലിയ തോതിലുള്ള കൊള്ള നടക്കുന്നു, അതുപോലെ തന്നെ കൊലപാതകം നടക്കുന്നു. 2 സുരക്ഷാ
ജീവനക്കാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം 94 ലക്ഷം രൂപ ATM-ൽ SBIയുടെ ATM-ൽ നടക്കാൻ കൊണ്ടുവന്ന പണമാണ് ബീദറിൽ കൊണ്ടുപോയത്. ആ കേസിൽ ഒരു പ്രതിയെ ഈ രണ്ട് മോട്ടോർ ബൈക്കിലാണ് ഈ രണ്ടുപേർ എത്തിയത്. ആ പ്രതികളൊന്നും തന്നെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇവർ ഉത്തരേന്ത്യയിലേക്ക് കടന്നതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഈ 3 സംഭവങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് ഇപ്പോൾ ഈ കേസന്വേഷണം നടക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇന്ന് ചേരുന്ന യോഗത്തിൽ, നിർണായകമായ യോഗത്തിൽ ആഭ്യന്തര മന്ത്രി ഇക്കാര്യത്തിൽ പോലീസിന് കർശന നിർദ്ദേശം നൽകും. എല്ലാ അതിർത്തികളിലും, അതായത് കേരളത്തിലെ ഉൾപ്പെടെയുള്ള അതിർത്തികളിൽ പരിശോധന ശക്തമാക്കാനും ഏതെങ്കിലും പരിചയമില്ലാത്ത ആളുകളെ ഇത്തരത്തിൽ സ്ഥലങ്ങളിൽ എത്തിയാൽ അത് പോലീസിനെ വിവരം അറിയിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ശ്രീജ, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ആശങ്കയുള്ള വാർത്തയാണ്. കർണാടക കേരള അതിർത്തിയിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ്.